വന നിയമ ഭേദഗതിയിൽ മാറ്റം വരുത്താൻ സർക്കാർ എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ ആലോചന. വാറണ്ട് കൂടാതെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഉമേഷ്, വ്യാപകമായ എതിർപ്പ് ഉയർന്നു വന്നിരിക്കുന്നു. സർക്കാരിന് മറ്റു വഴികളില്ല, ചില മാറ്റങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ. ഈ ഒരു സാഹചര്യത്തിലാണോ ഇത്തരം ഭേദഗതി വീണ്ടും സർക്കാർ ആലോചിക്കുന്നത്? തീർച്ചയായും ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഈ കരടിൽ ഭേദഗതി വരുത്തി റീവിജ്ഞാപനം ചെയ്യാനുള്ള ആലോചനയിലേക്ക് സർക്കാർ പോകുന്നത്. കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് എം അടക്കം മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങളുടെ എതിർപ്പ് അറിയിച്ചിരുന്നു. ഇതിൽ പ്രധാനമായി ആശങ്ക ഉയരുന്നത് വന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വന നിയമം ലംഘിക്കുന്നവർക്കെതിരെയുള്ള നടപടി, അത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ അടക്കം എടുക്കുന്ന നടപടിയിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനാകും. ഒപ്പം ഈ സമീപത്ത് വനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വീടുകളിൽ കയറി പരിശോധിക്കാൻ വാറണ്ട് ഇല്ലാതെ തന്നെ പരിശോധിക്കാനുള്ള അനുമതി ഉണ്ടാകും. സെർച്ച് വാറണ്ട് ഇല്ലാതെ പരിശോധിക്കാനുള്ള അനുമതി. ഇക്കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഈ വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന ജനങ്ങൾക്കുണ്ടായിരുന്നു. അത്തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും അതിന് മുകളിലുള്ള ഓഫീസർമാരും ഈ നിയമം ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനമായ ആശങ്ക. എന്തായാലും നിലവിൽ ഈ ആശങ്കകൾ പരിഗണിച്ച് കരടിൽ തന്നെ മാറ്റം വരുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതിൽ മാറ്റമുണ്ടാകും. ഒപ്പം പുതുതായി ഏർപ്പെടുത്തിയത് വലിയ പിഴയാണ്. നിയമലംഘനങ്ങൾക്കുള്ള പിഴ ഏകദേശം 10 ഇരട്ടിയോളം കൂട്ടിയിരുന്നു. 500 എന്നുള്ളത് 5000 വരെയെല്ലാം ഉയർത്തിയിരുന്നു. ഇതിനും മാറ്റമുണ്ടാകും. ഇതിൽ ഏത് രീതിയിൽ പിഴ നേരത്തെ 1961 നിയമപ്രകാരമുള്ള പിഴയാണ് ചുമത്തിയിരുന്നത്. അതിൽ ഇപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ 5000 10 ഇരട്ടിയായി ഉയർത്തിയത് എന്നുള്ള ന്യായീകരണം സർക്കാർ പറയുന്നുണ്ടെങ്കിലും അത് ഈ സമാനമായ രീതിയിൽ ദുരുപയോഗപ്പെടുത്താൻ, പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് വനമേഖലയോട് ചേർന്ന ആൾക്കാർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലും മാറ്റമുണ്ടാകും. ഇത് കൂടാതെ ജെണ്ട പൊളിക്കുന്നവർക്ക്, അതാണ് ഈ പുതിയ കരടിൽ പുതുതായി ഉൾപ്പെടുത്തിയത്. നേരത്തെ തന്നെ ഫോറസ്റ്റിന്റെ വേലി മറികടന്ന് പോകുന്നതിനെല്ലാം പിഴയുണ്ടായിരുന്നു. അത് ഇപ്പോൾ ജെണ്ട പൊളിക്കുന്നതിന് കൂടി ആ ഒരു പിഴ ചുമത്താനും നിയമ നടപടി നൽകാനുമുള്ള കരട് വിജ്ഞാപനത്തിലുണ്ടായിരുന്നു. എന്തായാലും അതിലും മാറ്റമുണ്ടാകും. ഈ രീതിയിൽ സമഗ്രമായി എതിർപ്പുയർന്ന പ്രത്യേകിച്ച് വിവിധ സഭകളും കേരള കോൺഗ്രസ് എമ്മും അടക്കം എതിർപ്പുന്നയിച്ച വിഷയങ്ങളിൽ മാറ്റം വരുത്തി കരടിൽ പ്രസിദ്ധീകരിക്കാനാണ് ഇപ്പോൾ ആലോചന. അതിനുശേഷം ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കും. ഒപ്പം ഈ എതിർപ്പുന്നയിച്ച വിവിധ സഭകളുടെ ആശങ്കകൾ കേൾക്കും. അതിനുശേഷം മാത്രമേ നിയമസഭയിലേക്ക് ബില്ലായി എത്തിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ, അതായത് ഒരുപക്ഷെ ജനുവരിയിൽ തുടങ്ങുന്ന ഈ നിയമസഭാ സമ്മേളനത്തിന് ഈ കരട് വരില്ല, ഈ നിയമം വരാനുള്ള ബില്ല് വരില്ല. സ്വാഭാവികമായി കൂടുതൽ കേട്ട് ആശങ്കകളെല്ലാം പരിഹരിച്ചു മാത്രമേ നിയമമാക്കിയാൽ മതി എന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.